വികാരി രാജേഷ് മാച്ചൻ, സ്നേഹ ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഇടവക സ്വർഗീയ മധ്യസ്ഥന്റെ പെരുന്നാൾ ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ട് രാജേഷ് മാറ്റൻ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു പെരുന്നാൾ വരുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് ഡയറി നോക്കിയിട്ടൊക്കെ തീരുമാനിക്കാം എന്ന് പോയി. പിറ്റേ ദിവസം തന്നെ അച്ഛനെ വീണ്ടും വിളിച്ചിട്ട് വരണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം, എന്തായാലും വന്നാൽ നന്നായിരുന്നു. നമുക്കറിയാം, സാധാരണ ഈ മാർച്ച് 19 എല്ലായിടത്തും പെരുന്നാൾ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെയും തിരുവനന്തപുരത്തും പല പള്ളികളിലും പെരുന്നാളുള്ളതാണ്. ഞാൻ പറഞ്ഞു, തൽക്കാലം ഈ വൈകുന്നേരമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ പിന്നെ പിതാവിൻ്റെ രാവിലെ എടുക്കുന്നില്ല, അവിടെ എന്തായാലും അങ്ങനെ അന്ന് അത് സമ്മതിക്കുകയും ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം വിശുദ്ധ യവസേപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഒരു കടം വീട്ടിൽ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. കുറേ നാളുകളുടെ ഈ കടം ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ വീട്ടുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ യവസേപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അധികമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് യവസേപ്പ് പിതാവ് അത്രയേറെ പ്രിയങ്കരനാണ്. എല്ലാവർക്കും വളരെ അടുത്ത് അറിയാവുന്ന വലിയൊരു മധ്യസ്ഥനാണ്, വിശുദ്ധനാണ് വിശുദ്ധ യവസേപ്പ് പിതാവ്. എപ്പോഴും നമ്മൾ വിശുദ്ധ യവസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത്, ബൈബിളിൽ ഒരക്ഷരം പോലും ഉരിയാടാത്ത ഒരാൾ, പക്ഷേ വളരെയേറെ വിശാലമായ രീതിയിൽ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്ന ഒരാൾ. ലോകത്തിൻ്റെ രക്ഷകനെ ദൈവം ഈ ലോകത്ത് ജന്മമെടുക്കാൻ മറിയത്തിലൂടെ അനുവദിച്ചുകൊണ്ട് ആ മറിയത്തെ സ്വീകരിക്കാൻ യവസേപ്പിനോട് ആവശ്യപ്പെട്ട് 2 ലോകത്തിലെ ഏറ്റവും വലിയ ജന്മങ്ങൾക്ക് കാവലിരിക്കാൻ, സംരക്ഷണമൊരുക്കാനും വിളിക്കപ്പെട്ട വലിയൊരു വിശുദ്ധ ജന്മമാണ് വിശുദ്ധ യവസേപ്പിൻ്റെ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ യവസേപ്പ്. കൂടുതൽ സംസാരിക്കുന്നില്ല, അതേസമയം സംസാരത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ യവസേപ്പ് പിതാവിനെ കുറിച്ച് സംഗ്രഹിച്ച് പറയാവുന്ന വാക്യങ്ങൾ. ഇനി എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ യവസേപ്പിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആരും സംസാരിച്ചിട്ടില്ല. ഈ ബൈബിളിന്റെ കാര്യം പറയാം, ഞാൻ എല്ലാവരും തീർച്ചയായിട്ടും സംസാരിച്ചിട്ടാണ്. ബൈബിളിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. ആകെയുള്ളത് സ്വപ്നത്തിൽ കാണുന്ന ചില ഈ ദൈവദൂതന്റെ വചനങ്ങളാണ്. നേരിട്ട് ആരും സംസാരിക്കാനായിട്ട് പോലും ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. വിശുദ്ധ യവസേപ്പ് എല്ലാവരെയും അതിശയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം, മറിയവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഗർഭിണിയായി കാണപ്പെടുന്നത്. വല്ലാതെ യവസേപ്പ് വിഷമിക്കുന്നു, പ്രതിസന്ധിയിലാകുന്നു. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ മാനുഷികമായിട്ട് പോലും യവസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ ചെയ്തിരുന്നത് അവരുടെ നിയമം അനുസരിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ യവസേപ്പ് പിതാവ് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തായാലും അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. എന്താണ് ഈ പറയുന്ന യവസേപ്പ് പിതാവിന്റെ ചിന്ത എന്നാണ്? അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അവളെ അതുകൊണ്ട് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചിരിക്കുമ്പോഴാണ്
ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾക്കിത് അറിയാം, ഈ കഥ അറിയാം. ഞാൻ അതിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരുന്നത് മാത്രം. അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വാസ്തവത്തിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പ് പിതാവിനോട് പറയുന്നതാണ്. പിന്നെ യൗസേപ്പ് പിതാവ് ചെയ്യുന്നതാണ്, ഈ എല്ലായിടത്തും എപ്പോഴൊക്കെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു അപ്പോഴൊക്കെ അവസാനം സംഭവിക്കുന്നത് എന്താണ്? അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഇതാണ് വാസ്തവത്തില് എല്ലാ സ്വപ്നങ്ങൾക്കും അവസാനം ചെയ്യുന്നത്. യൗസേപ്പ് പിതാവ് എന്തെങ്കിലും മറുപടി പറയുന്നതായിട്ട് പോലും ബൈബിളിൽ പറയുന്നില്ല. മറിച്ച് ആകെയുള്ളത് അവൻ എണീറ്റു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മിണ്ടുന്നില്ല, മിണ്ടാട്ടില്ല എന്ന് പറയുന്നില്ലേ, മിണ്ടുന്നില്ല. ആള് ദൈവദൂതൻ പറഞ്ഞതെന്തോ അതനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇത് ആദ്യത്തെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തോടുകൂടി എന്താ സംഭവിച്ചത്? യൗസേപ്പ് പിതാവ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. കുഴപ്പമില്ല, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത സ്വപ്നം. എന്താണ് ഇത്? യൗസേപ്പ് പിതാവ് വീണ്ടും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഈ അമ്മയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഹെരോദേസ് ഈ കുഞ്ഞിനെ വധിക്കാനായിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓടിപ്പോവുക. ആ രാത്രി കേട്ട പാട് അന്നേരം എണീറ്റ് ഈ യൗസേപ്പ് പിതാവ് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്രയാവുക. എന്ത് ക്ലേശകരമായ ഒരു യാത്രയാണ്, എന്ത് കഷ്ടപ്പാടാണ്, എന്ത് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എല്ലാം സഹിച്ച് ഈ ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ ഇവരോടൊപ്പം യാത്ര ചെയ്ത് പോകുന്ന യൗസേപ്പ് പിതാവ്. എന്നിട്ട് ദൈവദൂതൻ പറഞ്ഞു, ഇതേ ഇയാള് മരിക്കുന്നവരെ ഇയാൾ അവിടെ തന്നെ താമസിച്ചു. ഹെരോദേസ് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പദ്ധതികൊണ്ട് ഇയാള് അന്ത്യം വരെ ഇയാൾ അവിടെ തന്നെ ഈജിപ്തിൽ താമസിച്ചു എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ സ്വപ്നം ഞാൻ നിങ്ങളെ വെറുതെ വെറുതെ ഈ ബൈബിളിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ട്. ഈ മൂന്നാമത്തെ സ്വപ്നം എന്താണ്? അതായത് ജോസഫിനോട് കുറെ നാളുകൾക്ക് ശേഷം ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഇതേ ഹെരോദേസ് മരിച്ചു, നീ നിന്റെ കുഞ്ഞിനെയും ഈ ഭാര്യയും കൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് പോവുക. അവിടെയും ഉണ്ടാട്ടില്ല. യൗസേപ്പ് പിതാവ് ദൈവദൂതൻ കൽപ്പിച്ചു, യൗസേപ്പ് പിതാവ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. തിരിച്ചു വരുമ്പോൾ യൗസേപ്പ് പിതാവിന് ഒരു പേടി, ഭയം. അതായത് കേട്ട വാർത്ത അത്ര ശുഭകരമല്ല. എന്താണ്? ഹെരോദേസിന്റെ മകൻ അർക്കലയൂസ് ആണ് ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ യൗസേപ്പ് പിതാവ് ശങ്കിച്ചു, കർത്താവ് ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ അബദ്ധമായിരിക്കും. പേടിച്ചു നിൽക്കുമ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട, നേരെ ഇവിടെ ഗലീലയിലേക്ക് പോയി നസ്രത്തിൽ പോയി താമസിച്ചു പറഞ്ഞു. അപ്പൊ യൗസേപ്പ് കൊള്ളാം, അതുപോലും പറയുന്നില്ല. നമ്മൾ കൊള്ളാമെന്നും പറഞ്ഞു, അതുപോലും പറയുന്നില്ല. ഓക്കെ, റൂട്ട് മാറ്റി വിട്ടിട്ട് നേരെ ഈ ഇവിടെ ഗലീലയിലെ നസ്രത്തിലേക്ക് പോയി അവിടെ പാർക്കുന്നു. ഞാൻ ഈ 4 സ്വപ്നങ്ങളെയും വെറുതെ എടുത്ത് വച്ചതേ ഉള്ളൂ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു വാക്കുപോലും ഉരിയാടാതെ, എന്നാൽ മറ്റാരെക്കാളും ഉപരി ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അതേപടി അനുസരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ് വിശുദ്ധ യൗസേപ്പിൽ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ എന്താണ് യൗസേപ്പ് പിതാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ വാക്കിൽ എനിക്ക് അദ്ദേഹത്തെ സംഗ്രഹിക്കാൻ കഴിയുന്നത് ഒരു കാവൽക്കാരനാണ്. ഒരു കാവൽക്കാരൻ. ആർക്ക് കാവലിരുന്നു? യേശുവിനും പരിശുദ്ധ മറിയത്തിനും കാവലിരുന്ന ഒരു വലിയ മനുഷ്യൻ. നമ്മൾ ഓർക്കുക, വാസ്തവത്തിൽ ഈ കാവലിനും സംരക്ഷണം, ഈ കാവലിരിക്കുക അവർക്ക് സംരക്ഷണം തീർക്കുകയാണല്ലോ. അതായത് ഈ പരിശുദ്ധ അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് കാവലിരുന്ന വലിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഇവർക്ക് കാവലിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് കാവലിരിക്കുന്നതാണ്? ലോകത്തിന്റെ രക്ഷകന് കാവലിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷകന് ജന്മം നൽകിയ അമ്മയ്ക്ക് കാവലിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 ജന്മങ്ങൾക്ക് കാവലാകാൻ വിളിക്കപ്പെട്ട വലിയ വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. എപ്രകാരമാണ് കാവലായതെന്ന് ചോദിച്ചാൽ ഞാൻ ദീർഘിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, വാസ്തവത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച്
ഈ മറിയത്തെ വിമർശിക്കുവാനായിട്ട്, അപമാനിക്കുവാനായിട്ട് ഒത്തിരിയേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു യൗസേപ്പിന്, അല്ലേ? അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒത്തിരിയേറെ കാരണം. അന്നത്തെ സാഹചര്യം ഉണ്ടോ? ഇന്നത്തെ സാഹചര്യം എന്തായിരിക്കും? ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയങ്കര യൗസേപ്പിതാവിന് കൂടുതൽ പരിപാലമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എക്കാലത്തും ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ അന്നും ഇന്നും യൗസേപ്പിതാവ് നമ്മുടെ മുമ്പ് വലിയ മാതൃക കാട്ടുകയാണ്. അപമാനിക്കാൻ, വിമർശിക്കാൻ, വേദനിപ്പിക്കാൻ ഒട്ടനവധി കാരണങ്ങൾ യൗസേപ്പിതാവ് ഉണ്ടായിരുന്നു. യൗസേപ്പിതാവ് ഒരു വാക്കുപോലും നൊമ്പരപ്പെടുത്താൻ, വേദനിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല. വാക്ക് പറഞ്ഞിട്ടല്ലേ ഉപദ്രവിക്കാൻ, ഒന്നും പറയുന്നില്ലല്ലോ. ഒരു വേദനിപ്പിക്കുന്ന ഒരു വാക്ക്, നോട്ടം, അത് യൗസേപ്പിതാവിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, അപമാനിക്കാൻ ഒരിക്കലും അപമാനിക്കാൻ താനില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുക കൂടെ ചെയ്തു, അവർക്ക് കാവലിരിക്കുക കൂടെ ചെയ്തു. ഈ കാവലിരിക്കുന്നതോ എന്തുമാത്രം വേദനകൾ ഏറ്റെടുത്തുകൊണ്ടാണ്, ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. ഈ പറയുന്നത് പോലെ ചെയ്യുക അത്ര എളുപ്പമല്ലല്ലോ. ഈ പറയുന്ന ആൾക്കാർ ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് നിങ്ങൾക്കറിയാം, അവിടെ ബെത്ലഹേമിലെ ഈ കുഞ്ഞിന് ജന്മം നൽകാൻ പെട്ട പെടാപ്പാട് നമുക്ക് എന്നറിയാം, അല്ലേ? ഒരു വേള യൗസേപ്പിതാവ് ചിന്തിക്കാറില്ല, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? നമ്മളിത് പല ചിന്തിക്കാറില്ലേ? നിങ്ങളെ കുറിച്ചില്ല, ഞാൻ പൊതുവിൽ പറയുന്നതാണ്. അതായത് ഒരു വേള നമ്മൾ ചിന്തിച്ചു പോകും, എന്തിനാണ് ഇതൊക്കെ, ഞാൻ എന്തിനാണ് ഇത്രയും വലിയ കഷ്ടപ്പാടൊക്കെ എടുക്കുന്നത്? എനിക്ക് വല്ല കാര്യമുണ്ടോ? ഇതിലെന്താ, എനിക്കെന്താ കാര്യം? എന്ത് വേണമെങ്കിലും യൗസേപ്പിതാവ് ചിന്തിക്കാമായിരുന്നു. പക്ഷേ യൗസേപ്പിതാവ് ഒരു നിമിഷം പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. മറിച്ച് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഉറപ്പുവരുത്താൻ എന്ത് ത്യാഗവും, എന്ത് വേദനയും ഏറ്റെടുക്കാൻ സന്നദ്ധനാകുന്ന ഒരു വലിയ വിശുദ്ധനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ സംരക്ഷിച്ച് പൊതിഞ്ഞ് കാവലിരുന്ന വലിയ വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ ഏതെങ്കിലും രീതിയിൽ മനുഷ്യർക്ക് നന്മ പറയാനും, നന്മ ചിന്തിക്കാനും, നന്മ പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കണം എങ്കിൽ നല്ല കാര്യം, അത് വലിയ കാര്യമാണ്. പക്ഷെ ഇന്ന് എക്കാലത്തും ചരിത്രത്തിൽ സംഭവിച്ചത് എന്താണ്? എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും അപമാനിക്കാൻ ഒരവസരം കിട്ടിയാൽ, കിട്ടണമെന്നില്ല, കാത്തിരിക്കുകയാണ്. എപ്പോ ആരെ വീശാം, അടിക്കാം, വീഴ്ത്താം, അപമാനിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ കേൾപ്പിക്കരുത്, ഞാൻ പൊതുവിലുള്ള കാര്യം പറയാം. അതായത് എപ്പോഴെങ്കിലും മനുഷ്യർ അവരുടെ ചിന്താഗതി ഏതെങ്കിലും രീതിയിൽ മറ്റുള്ള ആളെ ഒന്ന് താഴ്ത്തി കെട്ടിയാൽ ഞാൻ വലിയ ആളാകും എന്നാണ് ചിന്തിക്കുന്നത്. എന്ത് മണ്ടത്തരാണ്! നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനി ഭാര്യ ഭർത്തൃ ബന്ധമാകട്ടെ, നമ്മുടെ സഹോദര ബന്ധമാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളാകട്ടെ, ആരെങ്കിലും ഒന്ന് അടിച്ചു താഴ്ത്തി അയാളെ കുറിച്ച് മോശം പറഞ്ഞാൽ ഞാൻ വലിയ കേമനായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ കാണുന്നവർക്കറിയാം അയാളെന്ന് പറഞ്ഞാണ്, ഇല്ലേ? നമ്മൾ ചിന്തിച്ചിരിക്കും. പക്ഷേ എന്റെ പ്രിയ സഹോദരൻ, ഇന്ന് വാസ്തവത്തിൽ വെറുതെ ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ, അപമാനിക്കാൻ, മോശമാക്കാൻ. ഇന്നിപ്പോ നേരിട്ടും അല്ലാതെ മനുഷ്യരെ വാസ്തവത്തിൽ നമ്മൾ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. ചില മനുഷ്യരെ ഇത് കേട്ട് തളർന്ന് അവശരായിട്ട് സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുത്തിയ കഥകൾ നമുക്കറിയാം. എന്നെ സഹോദരരെ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ട്, ആർക്കെങ്കിലും കണ്ണീര് സമ്മാനിച്ചിട്ട് നമ്മുടെ ജീവിതം സന്തോഷമാകും. യൗസേപ്പിതാവിന്റെ ആനന്ദം, സന്തോഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, യൗസേപ്പിതാവിന്റെ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ഫലമേൽപ്പിച്ച ഈ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു യൗസേപ്പിതാവ് ഉണ്ടായിരുന്നത്.
അവരെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഒരു വാക്ക് പറഞ്ഞ് നോട്ടം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് നോമ്പലപ്പെടുത്താൻ യൗസേപ്പ് ഒരിക്കലും തുനിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് സംരക്ഷണത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതെ, നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഉപകാരം ചെയ്തില്ലെങ്കിലും അതെ, ഉപകാരം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യും എന്തെല്ലാം പറയുന്നത്. എന്റെ ഒരു സഹോദരൻ, ചിലപ്പോഴൊക്കെ നമ്മൾ ഉപകാരം ചെയ്യുന്നില്ല പോട്ടെ, ഈ ആളെ ഉപദ്രവിക്കാതെ വെറുതെ പോട്ടെ. നമ്മുടെ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും വെട്ടിത്താഴ്ത്തി ഒന്ന് നിർത്താൻ നമ്മളെന്തോ വലുതായി കാണിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ യൗസേപ്പ് പിതാവ് നമ്മോട് പറയുന്നത്, ഒരു മനുഷ്യരെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പിനെ സംബന്ധിച്ച് മറിയവും യേശുവുമാണ് കേന്ദ്രം. യൗസേപ്പ് പിതാവല്ല. യൗസേപ്പ് പിതാവ് ഒരു പ്രശ്നമേ അല്ല. യൗസേപ്പ് പിതാവ് പൂർണ്ണമായിട്ടും ഇവരുടെ സംരക്ഷണത്തിന് ദൈവത്തിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നതിലാണ് ആനന്ദവും സന്തോഷവും കണ്ടെത്തിയത്. യൗസേപ്പ് പിതാവിന്റെ ആനന്ദവും സന്തോഷം എന്നുള്ളത് ഇവർ സുരക്ഷിതരായി കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണ്. കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു കാണുന്നതാണ് സന്തോഷം. പൊതുവിൽ ഇന്ന് പല അതിന് വിപരീതമായിട്ടുള്ള ചില സാക്ഷികളും ഉണ്ട്. എങ്കിലും പൊതുവിൽ ഈ കുഞ്ഞുങ്ങൾ മക്കൾ സന്തോഷകരമായി കഴിയുന്നു, അത് കാണുന്നതാണ് മാതാപിതാക്കളുടെ സന്തോഷം. ഇവിടെ യൗസേപ്പ് പിതാവിന്റെ സന്തോഷവും ആനന്ദവും ഇവർ സുരക്ഷിതരായി കഴിയുന്നു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായി തന്റെ കരവേലയിൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നു. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തയില്ല. തന്നെ കുറിച്ചല്ല യൗസേപ്പ് പിതാവ് ചിന്തിക്കുന്നത്, മറിച്ച് അമ്മയെയും കുഞ്ഞിനെയും കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് നടത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് യൗസേപ്പ് പിതാവ് സന്തോഷവും ആനന്ദവും നടത്തിയത്. അതെ, മറ്റുള്ളവരുടെ സന്തോഷമാകണം നമ്മുടെ സന്തോഷം. മറ്റുള്ളവർക്ക് നാം നൽകുന്ന ഒരു വലിയ കാവലാകണം നമ്മുടെ സന്തോഷം. ഞാൻ കാരണം ആരും വേദനിക്കുന്നില്ല, കണ്ണീരണിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. മറിച്ച് അവരുടെ ജീവിതം അല്പം കൂടെ സന്തോഷപൂർണ്ണമാകുന്നു എന്ന് നാം ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കുന്ന ജീവിതമായി മാറുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു 100 പ്രാവശ്യം പറയും. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആളെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശ്വസിക്കും. ദൈവത്തിൽ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ 100 പ്രാവശ്യം സ്നേഹിക്കുന്നു പറയും. പക്ഷെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ എങ്ങനെ, അതപ്പോൾ സംശയമുണ്ട്. എനിക്കല്ല, നമ്മൾ സാധാരണ പൊതുവിൽ പറയുമ്പോൾ പറയുന്നതാണ്. ഈ കവിയുടെ ഒരു കവിവാക്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കവിവാക്യം പറയുന്നത്, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ കണ്ണുകളില്ലാത്തവർക്ക്, അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാനും സ്നേഹിക്കാനും സമയമില്ല, പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ദൈവസ്നേഹം ഉള്ള ആളാണ്, ദൈവ വിശ്വാസമുള്ള ആളാണ് എന്നൊരാൾ പറഞ്ഞാൽ കേൾക്കുന്ന ആള് അയാളുടെ പുറത്തു നോക്കി ചിരിച്ചില്ലെങ്കിലും അപ്പുറം കൂടി നോക്കി ചിരിച്ചു പോകും, ഇല്ലേ? കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെ തൻ്റെതായിട്ട് കണ്ട്, ദൈവത്തിന്റെ രൂപങ്ങളായി കണ്ട് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന വ്യക്തിയായി മാറും. അതാണ് യൗസേപ്പ് പിതാവ് ചെയ്യുന്നത്. ഈ തന്നെ പരമേൽപ്പിച്ച ഈശ്വരനെ യൗസേപ്പ് പിതാവ് പ്രസാദിപ്പിച്ചത്, ദൈവത്തെ യൗസേപ്പ് പിതാവ് പ്രസാദിപ്പിച്ചത് തന്റെ മുന്നിൽ ദൈവം നൽകിയ ഈ അമ്മയെയും കുഞ്ഞിനെയും സ്നേഹിച്ച് അവർക്ക് സംരക്ഷണം നൽകിയതിലൂടെയാണ്.
അതെ, നമുക്ക് നമ്മുടെ ചുറ്റും വേദന അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നമ്മുടെ തന്നെ കുടുംബത്തിൽ പ്രയാസങ്ങളും വേദനകളൊക്കെ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് കാവലിരിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായവും സംരക്ഷണവും നൽകുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ സഹോദരരെ നാമും യൗസേപ്പ് പിതാവിൻ്റെ മക്കളായി മാറുന്നത്. ഞാൻ ഒരു ചെറിയ ഇതൊക്കെ തത്വങ്ങളെന്ന് വെച്ചാൽ ഞാൻ ചെറിയ സംഭവം പറയാം, അത് ഞാൻ നിർത്തുകയും ചെയ്യാം. ഞാൻ കൂടുതൽ സംസാരിക്കണം, കാരണം യൗസേപ്പ് പിതാവിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ മോശമാണ്. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സാരോപദേശ കഥയാണത്. അതായത് ഒരു മനുഷ്യൻ ദൈവത്തോട് പരാതിപ്പെടുന്നതാണ്. ആർക്ക് വേണ്ടിയാണ് പരാതി എന്ന് വെച്ചാൽ അയൽവാസിയെ കുറിച്ചാണ്. അയൽവാസിയുടെ വേദനയും ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ കണ്ട് മനം മടുത്തിട്ട് ഈ ആള് ദൈവത്തോട് പരാതിപ്പെടുകയാണ്. കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നമ്മൾ പറയാറുണ്ട്, മറ്റുള്ളവരെ കുറിച്ചില്ല, നമ്മളെ കുറിച്ച്. കർത്താവേ, ഞാൻ എന്താണെന്ന് നീ കാണുന്നില്ല, കഷ്ടപ്പെട്ട് കാണുന്നില്ല. ഈ മനുഷ്യൻ ഈ അയൽവാസിയുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കണ്ട് ദൈവത്തോട് പരാതിപ്പെടുന്നു. കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ല, ഈ മനുഷ്യർ ഇത്രയും കണ്ട് കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്, വേദനിക്കുന്നത്. അവിടെ ദൈവം അയാളോട് മറുപടി പറയുന്നതാണ്, ഞാൻ അവരെ സംരക്ഷിക്കാനായിട്ട് ഒരു മാലാഖയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അയാൾ തിളച്ചു. ഏതൊരു മാലാഖ? ഞാനിതുപോലെ അങ്ങനെ ഒരു മാലാഖയെ കണ്ടിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഈ മനുഷ്യർ കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, രോഗാതുരനായിട്ട് കഴിയുന്നു. എന്നിട്ട് ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ ഒരു മാലാഖയെ കണ്ടിട്ടില്ല. ഏത് മാലാഖയാണ് ഇവിടെ സംരക്ഷിക്കാനുള്ളത്? അപ്പൊ ദൈവം അയാളോട് പറഞ്ഞു, ആ മാലാഖ നീ തന്നെയാണ്. ഈ വടി കൊടുത്ത് അടിമേടിക്കുന്നു പറയുന്നില്ലേ, അതുപോലെയാണ് അയാളത് ദൈവം അയാളോട് പറഞ്ഞു, ആ മാലാഖ മറ്റാരുമില്ല, നീ തന്നെയാണ്. നീ എത്രയോ വർഷങ്ങൾ കൊണ്ട് കാണുന്നു നിന്റെ അയൽവാസി ഇത്രയും പ്രയാസം അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്, രോഗങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്നത്. നിനക്ക് ഞാൻ വേണ്ടതെല്ലാം നൽകിയില്ലേ? നിനക്ക് ഞാൻ സൗഭാഗ്യങ്ങൾ നൽകി, സമ്പത്ത് നൽകി, എല്ലാവിധമായിട്ടുള്ള സംരക്ഷണവും നൽകി. നിനക്ക് മാത്രമുള്ളതല്ല ഇത്. ഞാൻ നിനക്ക് നൽകിയ അനുഗ്രഹം നിന്റെ അയൽക്കാരന് കൂടി ഉള്ളതാണ്. അതെ, നീയാണ് അവന്റെ മാലാഖ. യു ആർ ദാറ്റ് ഏഞ്ചൽ. നീയാണ് ആ മാലാഖ എന്ന് അയാൾ എപ്പോഴാണ് മനസ്സിലായത്? ഓഹോ, അങ്ങനെയാണ്. എന്നിട്ട് തീർച്ചയായിട്ടും അയാൾ ഈ പറയുന്ന ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്നാണ് ആ സാരോപദേശ കഥ പറയുന്നത്. എന്നെ ഈ സഹോദരരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, എനിക്ക് എന്ത് കൊടുക്കാനുണ്ട്? ഒന്നുമില്ലല്ലോ. സഹോദരൻ ഞാൻ കണ്ടതൊന്ന് പുഞ്ചിരിക്കാൻ കൂടുതൽ വിലയൊന്നും കൊടുക്കണ്ടല്ലോ, ഇല്ലേ? ഒന്ന് പുഞ്ചിരിക്കാൻ, ഒരു സ്നേഹത്തോടെ ഒരു നോട്ടം, ഒന്ന് ഒരു പ്രോത്സാഹനത്തോടെയുള്ള ഒരു തലോടൽ, അല്പസമയം ഈ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരോടൊപ്പം ആയിരിക്കാൻ. ഇതിന് വലിയ വില കൊടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഒരു ചെറിയ സഹായം, ഒരു പുണ്യപ്രവൃത്തി, ഇതൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് നമ്മള് യൗസേപ്പ് പിതാവിനെ പോലെ മറ്റുള്ളവർക്കും ഒരു സ്നേഹ സംരക്ഷണം നൽകുന്ന മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. എന്നെ സഹോദരരെ, അതെ, എപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആനന്ദവും സന്തോഷവും അടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേടി എന്നതിലാണ്. ഞാൻ കാരണം മറ്റുള്ളവർ എന്ത് നേടുന്നു, അവരുടെ ജീവിതത്തിൽ അല്പം അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, അതാണ് എൻ്റെ സന്തോഷവും എൻ്റെ ആനന്ദവും. ഇതാണ് യൗസേപ്പ് പിതാവ് മറ്റു അമ്മയ്ക്കും കുഞ്ഞിനും കൊടുത്ത സംരക്ഷണമാണ് യൗസേപ്പ് പിതാവിന്റെ ആനന്ദം, സന്തോഷം. യൗസേപ്പ് പിതാവ് ഞാൻ പറഞ്ഞത് എപ്പോഴും സ്വപ്നത്തിൽ മാത്രം ദൈവദൂതന്റെ വാക്കുകൾ കേട്ടവനാണ്. ആ ദൈവദൂതന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതേപടി ദൈവത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ഈ ലോകത്ത് തന്നെ ഫലമേൽപ്പിച്ച, സംരക്ഷണത്തിന് ഫലമേൽപ്പിച്ച അമ്മയെയും കുഞ്ഞിനെയും കാവലിരുന്ന കാവൽക്കാരനാണ് വിശുദ്ധ യൗസേപ്പ്. വളരെ സുന്ദരമായിട്ടുള്ള വരികളാണ്. അതെ, എൻ്റെ പ്രിയ സഹോദരരെ, ദൈവം എപ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മോടൊപ്പം യാത്ര ചെയ്യുകയാണ്, നമ്മെ സംരക്ഷിക്കുക, നമ്മെ സ്നേഹിക്കുകയാണ്.
നമ്മെ പൊതിഞ്ഞ് നമ്മുടെ കാവൽക്കാരനായി കൂടെ ആയിരിക്കുകയാണ്. ആ സംരക്ഷണം വിഷയാവസരത്തിന്റെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും അനുഭവിക്കാൻ നിങ്ങൾക്ക് ദൈവം ഇട നൽകട്ടെ എന്ന്